സ്റ്റുഡൻസ്, ഈ സ്റ്റഡിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്നുള്ള യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. Before moving to the story, let us discuss, read and reflect. Let's read the story of a young seagull that was afraid to make its first flight and how its parents guided it into action and thereby equipped it to face the challenges of life. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് പറക്കാൻ ഒരുങ്ങുന്ന ഒരു ചെറിയ കടൽക്കാക്കൻ്റെ സ്റ്റോറിയാണ് കേട്ടോ. സീഗൾ എന്ന് വെച്ചാൽ കടൽക്കാക്കയാണ്. ആദ്യമായിട്ട് പറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കടൽക്കാക്കക്ക് ഭയങ്കര പേടിയായിരുന്നു. ആൻഡ് ഹൗ ഇറ്റ്സ് പാരൻസ് ഗോഡഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് വരുന്നത് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ അവൻ്റെ പാരൻസ് എത്രത്തോളം ഇതിനു വേണ്ടിയിട്ട് അവനെ പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ തന്നെ എക്യുപ്ഡ് മീൻസ് സജ്ജമാക്കുക. ആദ്യത്തെ പറക്കലിന് വേണ്ടിയിട്ട് ആ കാക്കനെ എത്രത്തോളം സജ്ജമാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ടു ദി സ്റ്റോറി. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയാം ഒ ഫ്ലഹർട്ടി. ദ യങ് സീഗൾ വാസ് എലോൺ ഓൺ ഹിസ് ലെഡ്ജ്. ലെഡ്ജ് മീൻസ് പാറക്കെട്ട് എന്നാണ് ലെഡ്ജ് എന്നുള്ള ടേമിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ ചെറിയൊരു കടൽക്കാക്ക ഈ പാറക്കെട്ടിൻ്റെ അവിടെ ഒറ്റക്കായിരുന്നു. ഹിസ് 2 brothers and his sister had already flown away the day before. ഇവിടെ flown എന്നുള്ള ടേം ഫ്ലൈ എന്നുള്ള ടേമിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്, V3 ഫോമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഈ ഒരു സീഗളിന്, ഈ ഒരു കടൽക്കാക്കക്ക് 2 ബ്രദർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു സിസ്റ്റർ ഉണ്ട്. അവരൊക്കെ ഓൾറെഡി ആ ഒരു ദിവസത്തിന് മുമ്പ് തന്നെ പറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഹീ ഹാഡ് ബീൻ അഫ്രെയ്ഡ് ടു ഫ്ലൈ വിത്ത് ദം. അവന് ഭയങ്കര പേടിയായിരുന്നു. അവരുടെ കൂടെയൊക്കെ പറക്കാൻ ഒരുങ്ങിയപ്പോൾ ഈ ഒരു കടൽക്കാക്കക്ക് ഭയങ്കര ഭയമായിരുന്നു. Somehow, when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. അപ്പോൾ എങ്ങനെയൊക്കെയോ അത് ആ പാറക്കെട്ടിൻ്റെ വക്കിലോട്ട് പോയി നിന്നെങ്കിലും ആൻഡ് അറ്റംപ്റ്റഡ് ടു ഫ്ലാപ്പ് ഹിസ് വിങ്സ്, അതിൻ്റെ ചിറക് അടിച്ചു. ഫ്ലാപ്പ് എന്ന് വെച്ചാൽ അടിക്കുക, അങ്ങനെ പറക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ഹി ബിക്കെയിം അഫ്രേഡ്, അവന് ഭയങ്കര ഭയം തോന്നി. ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ സ്ട്രെച്ച്ഡ് ഡൗൺ ബിനീത്ത് ആൻഡ് ഇറ്റ് വാസ് സച്ച് എ ലോങ് വേ ഡൗൺ, മൈൽസ് ഡൗൺ. ഈ ഭയങ്കരമായിട്ടുള്ള സീൻ്റെ, കടലിൻ്റെ വിസ്തൃതി, താഴോട്ടുള്ള വിസ്തൃതിയാണ് പറയുന്നത്. സ്ട്രെച്ച്ഡ് ഡൗൺ ബിനീത്ത്, നീണ്ടു കിടക്കുകയാണ് താഴോട്ട്. ആൻഡ് ഇറ്റ് വാസ് സച്ച് എ ലോങ് വേ ഡൗൺ, മൈൽസ് ഡൗൺ. ഭയങ്കര ഈ ഒരു ലെഡ്ജിൽ നിന്ന് നോക്കുമ്പോൾ ഈ സീൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഭയങ്കര താഴോട്ടാണ്. ഇതാണ് അവന് ഭയം തോന്നാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ യങ് സീഗളിന് അഫ്രൈഡ് ആവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ താഴോട്ട് ഇങ്ങനെ വിസ്തൃതിയായിട്ട് കിടക്കുന്ന ആ ഒരു കാഴ്ച കാണുന്നതുകൊണ്ടാണ് കേട്ടോ. ഹി ഫെൽറ്റ് സർട്ടൈൻ ദാറ്റ് ഹിസ് വിങ്സ് could never support him, so he bent his head and ran away back to the little hole under the ledge where he slept at night. അവൻ്റെ വിങ്സ്, അവൻ്റെ ചിറകുകൾ ഒരിക്കലും അവനെ ഇതിനു വേണ്ടിയിട്ട് പിന്തുണക്കില്ല എന്നുള്ളൊരു ഫീല് വരികയാണ്. അപ്പോൾ ആ സീകൾ എന്താ ചെയ്യുന്നത്, അവൻ്റെ തല താഴ്ത്തിയിട്ട് അവന് രാത്രി കിടക്കാറുള്ളൊരു ഹോൾ ഉണ്ട്, അതായത് പറക്കാൻ വേണ്ടിയിട്ട് ഈ വിങ്സ് അതിനെ. Even when each of his brothers and his little sister, whose wings were far shorter than his own, ran to the brink, flapping their wings and flew away, he failed to muster up courage to take the plunge which appeared to him so desperate. അപ്പോൾ ഈ സീകളുടെ 2 ബ്രദേഴ്സും അതുപോലെ തന്നെ ചെറിയ സിസ്റ്ററിൻ്റെ ഒക്കെ വിങ്സ് എന്ന് വെച്ചാൽ ഈ സീകളിൻ്റെയിലേറെ ഷോർട്ടർ ആണ്. പക്ഷേ അവർ ഈ വരമ്പിൻ്റെ അടുത്തോട്ട് ഓടുകയും അവിടെ വെച്ചിട്ട് വിങ്സ് വിടർത്തി പറക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ സീകളോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പേടി തോന്നി. He failed to muster up the courage to take the plunge which appeared to him so desperate. അപ്പോൾ അവന് ഈ ധൈര്യം, കറേജ് എന്ന് വെച്ചാൽ ധൈര്യം, മാസ്റ്റർ അപ്പ് ദി കറേജ് എന്ന് പറഞ്ഞാൽ ധൈര്യം ശേഖരിക്കാൻ കഴിയുന്നില്ല. ഇവിടുന്ന് ചാടാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം അവന് ശേഖരിക്കാൻ കഴിയുന്നില്ല. ടു ടേക്ക് ദാറ്റ് പ്ലാങ്ക് വിച്ച് അപ്പിയർ ടു ഹിം സോ ഡെസ്പറേറ്റ്. പ്ലാങ്ക് എന്നുള്ള ടേമിൻ്റെ മീനിങ് ചാടുക, എടുത്ത് ചാടുക എന്നൊക്കെയാണ്. അതായത് ഈ ഫസ്റ്റായിട്ട് അവിടെ നിന്നാണ്ട് എടുത്ത് ചാടി
പറക്കാനുള്ള ആ ഒരു ശ്രമത്തിന് വേണ്ടിയിട്ട് അവന് ഭയങ്കര ഭയം തോന്നുകയാണ് കേട്ടോ. ഹിസ് ഫാദർ ആൻഡ് മദർ ഹാഡ് കം അറൗണ്ട് calling to him shrilly, scolding him, threatening to let him starve on his ledge unless he flew away. അപ്പോൾ ഈ സീഗളിൻ്റെ അച്ഛനും അമ്മയൊക്കെ അവനെ ഷ്രില്ലി എന്ന് വെച്ചാൽ പരിഹാസമായിട്ടുള്ള വാക്കുകൾ പറയുന്നതിനാണ് കേട്ടോ. അതുപോലെ തന്നെ അവനെ ചീത്ത പറയുന്നുണ്ട്, അവനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതായത് ഈ പാറക്കെട്ടിൻ്റെ അവിടെ നിന്നിട്ട് നീ സ്റ്റാവ് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ അവനെ ത്രെട്ടൺ ചെയ്യുന്നുണ്ട്. അൺലെസ് ഹീ ഫ്ലൂ എവേ, അവൻ പറക്കുന്നത് വരെ അവിടെ നിന്ന് ബുദ്ധിമുട്ടേണ്ടി വരും, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ബട്ട് ഫോർ ദി ലൈഫ് ഓഫ് ഹിം ഹീ കുഡ് നോട്ട് മൂവ്. ബട്ട് ഫോർ ദി ലൈഫ് ഓഫ് ഹിം എന്നുള്ള ടേം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൗവർ ഹാർഡ് ഐ ട്രൈ, ഞാൻ എത്രത്തോളം ശ്രമിച്ചിട്ടും ഹീ കുഡ് നോട്ട് മൂവ്, അവന് അവിടുന്ന് അനങ്ങാൻ പറ്റുന്നില്ല, സീഗളിന് അവിടുന്ന് അനങ്ങാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. That was 24 hours ago. Since then nobody had come near him. ഇതെപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? 24 മണിക്കൂർ മുമ്പാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അവന് പറക്കാൻ ശ്രമിക്കുന്നതും അവന് കഴിയാത്ത ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. Since then nobody had come near him. അതിനുശേഷം ആരും ഇവൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. ഇവൻ്റെ അമ്മയോ അച്ഛനോ ബ്രദേഴ്സോ ആരും വന്നിട്ടില്ല. The day before, all day long he had watched his parents flying about with his brothers and sisters, perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. അപ്പോൾ ഈ ഒരു ദിവസം മുമ്പ് അവൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ പാരൻസ് അവൻ്റെ ബ്രദറിനെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ ഫ്ലൈ ചെയ്യാൻ പഠിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഫ്ലൈയിങ് എന്നുള്ള ആർട്ട് എങ്ങനെയാണ് പെർഫെക്റ്റ് ആക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. Teaching them how to skim the waves and how to dive for fish. Skim the waves എന്നുള്ള ടേമിൻ്റെ മീനിങ് മീൻസ് ടു മൂവ് ക്വിക്ക്ലി ആൻഡ് ലൈറ്റ്ലി ജസ്റ്റ് അബൌവ് ദി സർഫേസ് ഓഫ് ദി വേവ്. ഒരു വേവിനെ എങ്ങനെ മറികടക്കാം, അങ്ങനെ തൊടാതെ അങ്ങനത്തെ ആ രീതിയിൽ എങ്ങനെ ഒരു വേവിനെ മറികടക്കാം എന്നുള്ളതൊക്കെയാണ് അവൻ്റെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഹൗ ടു ഡൈവ് ഫോർ ഫിഷ്, എങ്ങനെ ഒരു ഫിഷിനെ മുങ്ങി എടുക്കാം എന്നുള്ളതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഹീ ഹാഡ് ഇൻ ഫാക്ട് സീൻ ഹിസ് ഓൾഡർ ബ്രദർ ക്യാച്ച് ഹിസ് first herring and devoured it, standing on a rock while his parents circled around raising a proud cackle. അപ്പോൾ അവന് അവിടെ നിന്നിട്ട് എന്തൊക്കെയാണ് കാണുന്നത്? അവൻ്റെ ഓൾഡർ ബ്രദർ ആദ്യമായിട്ട് ഹെറിങ്ങിനെ പിടിക്കുന്നത്. ഹെറിങ് എന്ന് വെച്ചാൽ മത്തിനെയാണ് ഹെറിങ് എന്ന് പറയുക. ആൻഡ് ഡിവോർ ഇറ്റ്, അതിനെ കഴിക്കുന്നതും വിഴുങ്ങുന്നതും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഹിസ് പാരൻസ് സർക്കിൾഡ് അറൗണ്ട് റേസിങ് എ പ്രൗഡ് കാക്കൽ, ഭയങ്കര അഭിമാനത്തിലുള്ളൊരു കാക്കിൾ എന്ന് വെച്ചാൽ ഈ പക്ഷികൾ ഉണ്ടാവുന്ന ചിരിക്കുന്നൊരു സൗണ്ട്. ആൻഡ് ഓൾ ദി മോർണിംഗ് ദി ഹോൾ ഫാമിലി ഹാഡ് walked about on the big plateau midway down the opposite cliff, laughing at his cowardice. ആ മോർണിംഗ് മൊത്തം പ്രഭാതം മൊത്തം അവരുടെ ഫാമിലി ഹാഡ് walked about on the big plateau എന്ന് വെച്ചാൽ ഒരു ഉയർന്ന സ്ഥലത്ത് പരന്ന ഒരു പ്രതലം, അതായത് ഒരു മലമുകളിൽ ചെറുതായിട്ടുള്ളൊരു പരപ്പിനെയാണ് പ്ലാറ്റോ എന്ന് പറയുന്നത്. ക്ലിഫ് എന്ന് വെച്ചാൽ നമ്മളുടെ പാറക്കെട്ടിന് തന്നെയാണ് ക്ലിഫ് എന്ന് പറയുന്നത്. ലാഫിങ് അറ്റ് ഹിസ് കവാർഡിസ് എന്നുള്ള ടേമിൻ്റെ മീനിങ് ഭീരുത്വം എന്നാണ് കേട്ടോ. അപ്പോൾ എന്താ നോക്കാം. അപ്പോൾ ആ രാവിലെ മൊത്തം അവൻ്റെ ഫാമിലി walked about on the big plateau midway ഡൗൺ ദി ഓപ്പോസിറ്റ് ക്ലിഫ്, അവൻ നിൽക്കുന്ന ആ ഒരു പാറക്കെട്ടിൻ്റെ ഓപ്പോസിറ്റിലുള്ള ഒരു പാറക്കെട്ടിൽ അവരെല്ലാവരും കൂടിയും ഒരു പരന്ന പ്രതലത്തിൽ നിൽക്കുകയാണ്. ലാഫ്ഡ് അറ്റ് ഹിസ് കവേർഡ് ഐസ്, അപ്പോൾ അവൻ്റെ ഭീരുത്വത്തിൽ അവരൊക്കെ നോക്കി ചിരിക്കുകയാണ് കേട്ടോ, അവനെ കളിയാക്കി ചിരിക്കുകയാണ്. The sun was now ascending the sky, blazing warmly on his ledge that faced the south. The sun was now ascending the sky എന്നുള്ള term generally means moving upward into the sky. ഈ ആകാശത്തോട്ട് ഇങ്ങനെ ഉയർന്നു വരുന്നതിനാണ് ascending the sky എന്ന് പറയാം. Blazing warmly on his ledge that faced the south. തെക്ക് ഭാഗത്തോട്ട് അഭിമുഖമായി നിൽക്കുന്ന ആ ഒരു പാറക്കെട്ടിൻ്റെ അങ്ങോട്ട് ഈ സൂര്യപ്രകാശം ഇങ്ങനെ ജ്വലിച്ചു വരികയാണ്. ബ്ലേസിങ് വാംലി എന്ന് വെച്ചാൽ ഒരു ഇളം ചൂടിലിങ്ങനെ ജ്വലിച്ചു വരുന്നതിനാണ്. ബ്ലേസിങ് എന്ന് വെച്ചാൽ ജ്വലിച്ചു വരിക. ഓക്കെ. ഹി ഫെൽറ്റ് ദ ഹീറ്റ് ബിക്കോസ് ഹി ഹാഡ് നോട്ട് ഈറ്റൺ സിൻസ് ദി പ്രീവിയസ് നൈറ്റ് ഫോൾ. അവൻ ആ ചൂടിങ്ങനെ അടിക്കുകയാണ്, ആ ഉയർന്നു വരുന്ന ആ ചൂടിങ്ങനെ അടിക്കുകയാണ്. കാരണം എന്താ പറയുന്നത്, അവന് കഴിഞ്ഞ രാത്രി മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഇവിടെ കാണുന്ന ഈ ഈറ്റൺ എന്നുള്ള വേർഡ് ഈറ്റിൻ്റെ
പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്, V3 ഫോമാണ്. നൈറ്റ് ഫോൾ എന്ന് വെച്ചാൽ ഈ ഇരുട്ട് മൂടുന്ന ആ ടൈമിനെയാണ് കേട്ടോ പറയുന്നത്. അപ്പം മുതൽ അവനൊന്നും കഴിച്ചിട്ടില്ല. Then he had found a dried piece of mackerel style at the far end of his ledge. പിന്നീട് അവനൊരു ഡ്രൈഡ് ആയിട്ടുള്ള ഉണങ്ങിയിട്ടുള്ള ഒരു മാക്രൽസ് എന്ന് വെച്ചാൽ അയലക്കാണ് മാക്രൽസ് എന്ന് പറയാം. അവൻ ഈ പാറക്കെട്ടിൻ്റെ എൻഡിലായിട്ട് കാണുകയാണ് കേട്ടോ. നൗ ദർ വാസ് നോട്ട് എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ഫുഡ് ലെഫ്റ്റ്. പിന്നീട് അവിടെ ഒരു ചെറിയ കഷ്ണം ഫുഡ് പോലും ലെഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, ബാക്കി ഉണ്ടായിരുന്നില്ല. ഹി ഹാഡ് സെർച്ച്ഡ് എവറി ഇഞ്ച്, റൂട്ടിംഗ് എമംഗ് ദി റഫ് dirt caked straw nest where he and his brothers and sister had been hatched. അപ്പോൾ അവന് എല്ലായിടത്തും സെർച്ച് ചെയ്യാണ് ഫുഡിന് വേണ്ടിയിട്ട്. സെർച്ച്ഡ് എവറി ഇഞ്ച് എന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തും അവന് പോയി നോക്കുകയാണ്. റൂട്ടിംഗ് എമംഗ് ദി റഫ്, റൂട്ടിംഗ് എന്ന് വെച്ചാൽ ഇളക്കി മറിക്കുക. റൂട്ടിംഗ് എമംഗ് ദി റഫ് എന്നുള്ള ടേം മീൻ ചെയ്യുന്നത് സെർച്ചിങ് ത്രൂ സംതിങ് മെസ്സി, എല്ലാ മെസ്സി ആയിട്ട് കിടക്കുന്നതൊക്കെ ഇളക്കി മറിച്ച് നോക്കുന്നതിനാണ് റൂട്ടിംഗ് എമംഗ് ദി റഫ് എന്ന് പറയുന്നത്. ഡേർട്ട് കേക്ക്ഡ് സ്ട്രോ നെസ്റ്റ്, അതായത് വൈക്കോല് കൊണ്ടുള്ള നെസ്റ്റ്, ഫുൾ ചളിയൊക്കെ പുരണ്ട് കിടക്കുന്ന ആ നെസ്റ്റിനുള്ളിലും അവൻ തപ്പാണ്. വേർ ഹീ ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഹാഡ് ബീൻ ഹാച്ച്ഡ്, അവിടെയാണ് അവനും അവൻ്റെ ബ്രദേഴ്സും അതുപോലെ തന്നെ സിസ്റ്ററും ഹാച്ച്ഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് വിരിയുക. ഓക്കെ, അവിടെയാണ് അവർ ജനിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത്. ഹീ ഈവൻ നൗഡ് അറ്റ് ദി ഡ്രൈഡ് പീസ് ഓഫ് എഗ് ഷെൽ. നൗഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് കരണ്ട് കഴിക്കുക അങ്ങനെയൊക്കെയാണ് മീനിങ് വരുന്നത് കേട്ടോ. കരണ്ട് തിന്നുക എന്നൊക്കെയാണ്. അതായത് ഇവിടെ ജി സൈലൻ്റ് ആണ്. അതായത് ഉണങ്ങിക്കിടക്കുന്ന മുട്ടത്തോടിൻ്റെ അവൻ കരണ്ടി കഴിക്കുകയാണ്, കരണ്ടി തിന്നുകയാണ് കേട്ടോ. ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്, അവൻ്റെ തന്നെ ഒരു ഭാഗം കഴിക്കുന്ന പോലെയാണ് അവന് ഫീൽ ചെയ്തത്. മേ ബി അവന് വിരിഞ്ഞു വന്ന ആ മുട്ടയായിരിക്കാം അവൻ കഴിക്കുന്നത്, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഹീ ദെൻ ട്രോട്ടഡ് ബാക്ക് ആൻഡ് ഫ്രോത്ത് ഫ്രം വൺ എൻഡ് ഓഫ് ദ ലെഡ്ജ് ടു ദി അതർ. ട്രോട്ടഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് കാലടി അല്ലെങ്കിൽ കുതിപ്പ്, ചെറിയ രീതിയിലുള്ള കാലടി, ബട്ട് അത് വേഗത്തിലാണ്. ഓക്കെ, അതായത് ചെറുതായിട്ട് ഇങ്ങനെ വെക്കുന്നുള്ളൂ, ബട്ട് വേഗത്തിൽ സ്പീഡിൽ ചെയ്യുന്നതിനാണ് ട്രോട്ടഡ് എന്ന് പറയാം. പിന്നീട് അവൻ എന്താ ചെയ്യുന്നത്, മുന്നോട്ടും പിൻപോട്ടൊക്കെ ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൺ എൻഡ് ഓഫ് ദി ലെഡ്ജ് ടു ദി അതർ, അവൻ്റെ ആ പാറക്കെട്ടിൻ്റെ ഒരു ഭാഗത്തു നിന്നും മറ്റേ ഭാഗത്തോട്ട് ഇങ്ങനെ കുറച്ച് ഫാസ്റ്റായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹിസ് ലോങ് ഗ്രേ ലെഗ്സ് സ്റ്റെപ്പിംഗ് ഡെയിൻറ്റ്ലി trying to find some means of reaching his parents without having to fly. അവൻ്റെ നീളമുള്ള ചാരനിറത്തിലുള്ള ഈ കാല് വെച്ചിട്ട് അവന് സ്റ്റെപ്പിംഗ് എന്ന് വെച്ചാൽ അടികൾ ഇങ്ങനെ വെച്ച് നടക്കുകയാണ്. ഡെയിൻറ്റലി എന്നുള്ള ടേമിൻ്റെ മീനിങ് ഡെലിക്കേറ്റ് ആയിട്ട്, ഭയങ്കര ശ്രദ്ധാപൂർവമാണ് അവൻ നടക്കുന്നത്. ട്രൈങ് ടു ഫൈൻഡ് സം മീൻസ് ഓഫ് റീച്ചിങ് ഹിസ് പാരൻസ് വിത്തൗട്ട് ഹാവിങ് ടു ഫ്ലൈ. പറക്കാതെ എങ്ങനെ അവൻ്റെ പാരൻസിലോട്ട് എത്താം, ഏത് വഴിയിലൂടെ എത്താം, ഏത് മീൻസിലൂടെ എത്താം എന്നാണ് അവൻ ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ബട്ട് ഓൺ ഈച്ച് സൈഡ് ഓഫ് ഹിം ദ ലെഡ്ജ് എൻഡഡ് ഇൻ എ ഷിയർ ഫാൾ ഓഫ് പ്രസിപ്പൈസ് വിത്ത് ദ സീ ബിനീത്ത്. ബട്ട് അവന് നിൽക്കുന്ന ആ പാറക്കെട്ടിൻ്റെ ഈച്ച് സൈഡ്, എല്ലാ സൈഡിലും എങ്ങനെയാണ്, എൻറ്റഡ് ഇൻ എ ഷിയർ ഫാൾ ഓഫ് പ്രസിപ്പൈസ്, ഒരു ഗർത്തം പോലെ നിൽക്കുകയാണ്. അതായത് ഇങ്ങനെ കുത്തനെയായിട്ട് നിൽക്കുകയാണ്. കാരണം ബിനീത് എന്താണുള്ളത്, സീ ആണുള്ളത്. അപ്പോൾ എല്ലാ ഭാഗത്തും അവൻ എന്താ കാണുന്നത്, ഒരു കുത്തനെ ഇങ്ങനെ ഫാൾ ചെയ്യാൻ നിൽക്കുന്ന പോലെ ഉള്ളൊരു രീതിയിലാണ് ഉള്ളത്. ആൻഡ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പാരൻസ് ദർ വാസ് എ ഡീപ്പ് വൈഡ് ക്രാക്ക്. അവനും അവൻ്റെ പാരൻസിനെയും ഇടയിൽ there was a deep wide crack. അപ്പോൾ അവരുടെ ഇടയിൽ എന്താ ഉള്ളത്, ഒരു ഡീപ്പ് ആഴം കൂടിയ വൈഡ്, കുറച്ച് വീതിയിലുള്ള വിസ്താരത്തിലുള്ള ക്രാക്ക്, ഒരു ഇതാണുള്ളത്. എന്താ പറയുക, അവർ എമംഗ് ഒരു ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അവനും അവൻ്റെ പാരൻസും നിൽക്കുന്ന ആ ഒരു പാറക്കെട്ടിൻ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഷ്വർലി ഹീ കുഡ് reach them without flying if he could only move northwards along the cliff face. ഷുവർലി, ശരിക്കും അവന് സാധിക്കുമായിരുന്നു, ഫ്ലൈ ചെയ്യാതെ തന്നെ അവരുടെ അടുത്തോട്ട് എത്താൻ ശരിക്കും അവന് സാധിക്കുമായിരുന്നു. ഇഫ് ഹീ കുഡ് ഓൺലി മൂവ് നോർത്ത് വേർഡ്സ് ടുവേർഡ്സ് ദി ക്ലിഫ് ഫേസ്. ആ ഒരു പാറക്കെട്ടിൻ്റെ എൻഡിലോട്ട് പോയാൽ, നോർത്ത് വേർഡ്സിലുള്ള വടക്കോട്ടുള്ള ആ പാറക്കെട്ടിൻ്റെ എൻഡിലോട്ട് പോയാൽ അവന് സാധിക്കുമായിരുന്നു. ബട്ട് ദെൻ
ഓൺ വാട്ട് കുഡ് ഹി വാക്ക്, അതിനുശേഷം അവന് എന്ത് ചെയ്യും, അതായത് ആ വടക്ക് ഭാഗത്തെ എൻഡിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഗ്യാപ്പിൽ അവൻ എന്ത് ചെയ്യും. ദർ വാസ് നോ ലെഡ്ജ് ആൻഡ് ഹി വാസ് നോട്ട് എ ഫ്ലൈ, അതിനുശേഷം അവിടെ പാറക്കെട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ആൻഡ് ഹി വാസ് നോട്ട് എ ഫ്ലൈ, അവനൊരു പറവയുമല്ല, ലൈക്ക് അവന് പാറാനും കഴിയില്ല എന്ന് പറയുന്നത്. അതായത് ആ ഒരു കടൽക്കാക്കയുടെ ഒരു ഹെൽപ്ലെസ്നെസ് ആണ് അവിടെ പറയുന്നത്. ലൈക്ക് ഈ കനോട്ട് ഫ്ലൈ, പക്ഷെ അവന് അവിടെ എത്തണം. ഓക്കെ, അങ്ങനെ. ആൻഡ് എബോവ് ഹിം ഹീ കുഡ് സീ നത്തിങ്, അവൻ്റെ മേലെയോ, അതായത് ആ പാറക്കെട്ടിൻ്റെ മേലോട്ട് നോക്കിയാലോ ഹീ കുഡ് സീ നത്തിങ്, അവനൊന്നും കാണാൻ പറ്റുന്നില്ല. കാരണം താഴെ കടലാണ്, മേലെ ആകാശമാണ്, അപ്പം മൊത്തം ഒരു നത്തിങ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. The precipice was sheer and the top of it was perhaps farther away than the sea beneath him. ആ ഗർത്തം വാസ് ഷിയർ എന്ന് വെച്ചാൽ ക്ലിയർ ആയിരുന്നു. ആ ഒരു ഗർത്തം ഭയങ്കര ക്ലിയർ ആയിരുന്നു. ആൻഡ് ദി ടോപ്പ് ഓഫ് ഇറ്റ്, അതിന് മുകളിലോ, ഫാർദർ എവേ ദാൻ ദി സീ ബിനീത്ത് ഹിം, അവൻ്റെ താഴെയുള്ള കടലിലേറെ ഭയങ്കര അകലെ ആയിരുന്നു മുകളിൽ എന്ന് പറയുന്നത്. അതായത് സ്കൈ എന്ന് പറയുന്നത് അതിലേറെ അകലത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. ഹി സ്റ്റെപ്ഡ് സ്ലോലി ഔട്ട് ടു ദി ബ്രിങ്ക് ഓഫ് ദി ലിഡ്, ആ ഒരു പാറക്കെട്ടിൻ്റെ അറ്റത്തോട്ട് അവനിങ്ങനെ സ്റ്റെപ്പ് ചെയ്യാണ്, മെല്ലെ മെല്ലെ അടികൾ വെക്കുകയാണ്. ആൻഡ് സ്റ്റാൻഡിങ് ഓൺ വൺ ലെഗ് വിത്ത് ദി അനദർ ലെഗ് ഹിഡൻ അണ്ടർ ഹിസ് വിങ്, അവൻ്റെ ഒരു കാല് തറയിൽ വെച്ചിട്ടും അവൻ്റെ മറ്റേ കാല് അവൻ്റെ ഈ ചിറകിൻ്റെ അടിയിൽ ഹിഡൻ ആക്കി ഒളിപ്പിച്ചു വെച്ച രീതിയിലാണ് അവൻ നിൽക്കുന്നത് കേട്ടോ. അങ്ങനത്തെ ഒരു പോസിലാണ് അവൻ നിൽക്കുന്നത് ഈ പാറക്കെട്ടിൻ്റെ അറ്റത്ത്. ഹി ക്ലോസ്ഡ് വൺ ഐ ആൻഡ് ദി അതർ, അവൻ ഒരു കണ്ണ് അടച്ചു, പിന്നീട് മറ്റേ കണ്ണും അടച്ചു. ആൻഡ് പ്രിറ്റൻഡഡ് ടു ബി ഫോളിങ് അസ്ലീപ്പ്, എന്നിട്ട് അവന് പ്രിറ്റൻഡ് ചെയ്യാണ്, അവൻ നടിക്കുകയാണ്, ഉറങ്ങുന്ന പോലെ നടിക്കുകയാണ്. അതായത് അവൻ ആ പാറക്കെട്ടിന് മുകളിൽ നിന്ന് വീഴാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് കേട്ടോ. സ്റ്റിൽ ദേ ടുക്ക് നോ നോട്ടീസ് ഓൺ, പക്ഷേ എന്നിട്ടും അവർ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന അവൻ്റെ പാരൻസോ ബ്രദറോ സിസ്റ്ററോ അവനെ നോട്ടീസ് ചെയ്തില്ല, അവനെ കണ്ട ഭാവം നടിച്ചില്ല. He saw his two brothers and his sister lying on the plateau, dozing with their heads sunk into their necks. അപ്പോൾ അവൻ കാണുന്ന കാഴ്ച എന്താണ്, അവൻ്റെ രണ്ട് സഹോദരങ്ങളും ബ്രദേഴ്സും അതുപോലെ തന്നെ ഒരു സിസ്റ്ററും ആ ഒരു പ്രതലത്തിൽ കിടക്കുകയാണ്. ഡോസിങ് എന്ന് വെച്ചാൽ ഒരു ചെറു മയക്കത്തിനാണ് ഡോസിങ് എന്ന് പറയാം, ചെറിയ രീതിയിലുള്ള ഒരു സ്ലീപ്പ്. വിത്ത് ദെയർ ഹെഡ് സങ്ക് ഇൻ ടു ദെയർ നെക്സ്, അവരുടെ തല എങ്ങനെയാണെന്നാണ് പറയുന്നത്, അവൻ്റെ ബ്രദറിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ തല എങ്ങനെയാണ് വെച്ചിട്ടുള്ളത്, സങ്ക് ഇൻ ടു ദെയർ നെക്ക്, അവരുടെ നെക്കിനോട് ഇങ്ങനെ ഒരു പൂഴ്ത്തിയിട്ടുള്ള രീതിയിലാണ് വച്ചിട്ടുള്ളത്. His father was preening the feathers on his white back. അപ്പോൾ അവൻ്റെ അച്ഛൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രീനിങ് എന്നുള്ള ടേമിൻ്റെ മീനിങ് ക്ലീൻ ചെയ്യുക, വൃത്തിയാക്കുകയാണ്. ഫെദേഴ്സ്, അവരുടെ തൂവൽ വൃത്തിയാക്കുകയാണ്. ഓൺ ഹിസ് വൈറ്റ് ബാക്ക്, അദ്ദേഹത്തിൻ്റെ ബാക്ക് ഭാഗത്തുള്ള വൈറ്റിലുള്ള തൂവലുകളൊക്കെ ക്ലീൻ ചെയ്യാണ്. ഓൺലി ഹിസ് മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം, അവൻ്റെ അമ്മ മാത്രമാണ് ഇപ്പോൾ അവന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ബാക്കിയുള്ളവരൊന്നും അവനെ മൈൻഡ് ചെയ്യുന്നില്ല, അമ്മ മാത്രമാണ് അവനെ മൈൻഡ് ചെയ്യുന്നത്. ഷീ വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ ഹംപ് ഓൺ ദ പ്ലാറ്റോ, ഹെർ വൈറ്റ് ബ്രസ്റ്റ് ത്രസ്റ്റ് ഫോർവേഡ്. അപ്പോൾ ആ അമ്മ എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് പറയുന്നത്, ആ പ്ലാറ്റോയിൽ കുറച്ച് ഉയരം കൂടിയൊരു ഹമ്പുണ്ട്, ആ ഹമ്പിൻ്റെ മേലെയാണ് അവൻ്റെ അമ്മ നിൽക്കുന്നത്. ത്രസ്റ്റ് ഫോർവേഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ തള്ളി നിൽക്കുന്നതിനാണ് thrust forward എന്ന് പറയുന്നത്. Now and again she tore at a piece of fish that lay at her feet and then scrambled each side of her beak on the rock. അപ്പോൾ ആ അമ്മ എന്താ ചെയ്യണത്, ഇടയ്ക്കിടയ്ക്ക് അവരുടെ കാലിൻ്റെ അടിയിൽ കിടക്കുന്ന ഫിഷിൻ്റെ ഓരോ ഇങ്ങനെ പീസുകൾ ടോർച്ച് ചെയ്യാണ്, കീറെടുക്കുകയാണ്. ഓക്കെ, ടോർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ കീറെടുക്കുകയാണ്. ആൻഡ് ദെൻ സ്ക്രാംപ്ഡ് ഈച്ച് സൈഡ് ഓഫ് ഹെർ ബീക്ക് ഓൺ ദി റോക്ക്. പിന്നീട് എന്താണ്, അവളുടെ ബീക്ക് എന്ന് വെച്ചാൽ ഈ പക്ഷികളുടെ ചുണ്ടിനാണ് ബീക്ക് എന്ന് പറയുന്നത്. ബീക്ക് വെച്ചിട്ട് ഇങ്ങനെ ആ പാറക്കെട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരസാണ് കേട്ടോ. സ്ക്രാംപ്ഡ് എന്ന് വെച്ചാൽ ഒരസ, ഓക്കെ, മുറിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരസാണ്. ദ സൈറ്റ് ഓഫ് ദി ഫുഡ് മാഡൻഡ് ഹിം, ആ ഫുഡ് കീറിയെടുക്കുന്ന ആ കാഴ്ച അവനെ ഭ്രാന്തനാക്കുകയാണ്, അതായത് അസ്വസ്ഥനാക്കുകയാണ്. ഓക്കെ, ഹൗ ഹി ലവ് ടു ടയർ
food that way, scrambling his beak now and again. അപ്പോൾ ഈ കാക്കക്കും ഇതുപോലെ ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടം. അതായത് ഇങ്ങനെ കീറിയെടുത്തിട്ട് അവൻ്റെ ബീക്ക്, അവൻ്റെ ചുണ്ടിങ്ങനെ വരസിയിട്ടൊക്കെ കഴിക്കുന്ന ഒരു കൂട്ടത്തിലുള്ളതാണ് ഈ കാക്കയും. അപ്പോൾ അവനിത് കാണുമ്പോൾ അവന് ഇത് എനിക്കും ഇഷ്ടമുള്ള രീതിയാണ് എന്നുള്ള ആ ഒരു ചിന്ത വരികയാണ് കേട്ടോ. സ്ക്രാമ്പിങ് ഹിസ് ബീക്ക് നൗ ആൻഡ് അഗെയിൻ ടു വീറ്റ് ഇറ്റ്. ഓക്കെ, ആ ബീക്ക് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ വരസുന്നത്? അതിന് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട്. അതാണ് വീറ്റ് ഇറ്റ് എന്ന് പറയുന്നത്. ഹി അട്ടേർഡ് എ ലോ ക്രാക്കൽ. അവനൊരു ചെറുതായിട്ട് സൗണ്ടിൽ ഇങ്ങനെ കരയാൻ തുടങ്ങുകയാണ് കേട്ടോ. ഹിസ് മദർ ക്രാക്കിൾഡ് ടു. അവൻ്റെ അമ്മ ഇത് കേട്ടിട്ട് അവൻ്റെ അമ്മ തിരിച്ചും സൗണ്ട് ഉണ്ടാക്കുകയാണ്. ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിം. എന്നിട്ട് അവനെ നോക്കുകയാണ്. ഖാ 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 ഹി ക്രൈഡ് ബെഗിങ് ഹെർ ടു ബ്രിങ് ഹിം ഓവർ സം ഫുഡ്. ഖാ 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 എന്ന് പറഞ്ഞിട്ട് അവൻ കരഞ്ഞ് എന്താണ് അവൻ ആവശ്യപ്പെടുന്നത്? കുറച്ച് ഫുഡ് അവനും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ആവശ്യപ്പെടുന്നത്. ഗൗൾ ഓ ഹ ഷീ സ്ക്രീംഡ് ബാക്ക് മോക്കിംഗ്ലി. തിരിച്ചും അമ്മ അങ്ങോട്ട് സ്ക്രീം ചെയ്ത് കൊടുക്കുകയാണ്. മോക്കിംഗ്ലി എന്ന് വെച്ചാൽ ഒരു കളിയാക്കൽ രൂപത്തിലാണ് അമ്മ അങ്ങോട്ട് സൗണ്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. ബട്ട് ഹി കെപ്റ്റ് calling plaintively, and after a minute or so he uttered a joyful scream. പ്ലെയിൻറ്റീവ്ലി എന്ന് വെച്ചാൽ ദുഃഖകരമായി. അവന് ഈ നിരാശയോട് കൂടെ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ആഫ്റ്റർ എ മിനിറ്റ് ഓൾസോ, ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടൈം കഴിഞ്ഞിട്ടോ, ഹി അട്ടേർഡ് എ ജോയ്ഫുൾ സ്ക്രീം. അവനൊരു സന്തോഷത്തിൻ്റെ രീതിയിൽ കരയാണ് കേട്ടോ. ഹിസ് മദർ ഹാഡ് പിക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ് ആൻഡ് വാസ് ഫ്ലൈങ് അക്രോസ് ടു ഹിം വിത്ത് ഇറ്റ്. അവൻ്റെ അമ്മ എന്താ ചെയ്യണത്? ഒരു പീസ് ഓഫ് ഫിഷ് എടുത്തിട്ട് അവന് നേരെ പറക്കുകയാണ്. ഹി ലീൻഡ് ഔട്ട് ഈഗർലി. അവന് ഭയങ്കര ആകാംക്ഷയോടെ ലീൻ ചെയ്യണം, ഇങ്ങനെ കുനിഞ്ഞു കൊടുക്കണം. അതായത് പെട്ടെന്ന് അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുകയാണ്. ടാപ്പിംഗ് ദി റോക്ക് വിത്ത് ഹിസ് ഫീറ്റ്. ഇങ്ങനെ ആ പാറക്കല്ലും ഇങ്ങനെ അവൻ്റെ കാല് വെച്ചിട്ട് ടാപ്പ് ചെയ്യാണ്, ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് സന്തോഷത്തിൻ്റെ രീതിയിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രൈങ് ടു ഗെറ്റ് നിയറർ ടു ഹെർ ആസ് ഷീ ഫ്ലൂ അക്രോസ്. ആ അമ്മ വരുന്ന ആ ഒരു അക്രോസ് ആയിട്ട് വരുന്ന ടൈമിൽ അതിൻ്റെ അടുത്തോട്ട് എത്താൻ വേണ്ടിയിട്ട് ചെയ്ത് ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ, പെട്ടെന്ന് അടുത്തോട്ട് എത്താൻ വേണ്ടിയിട്ട്. ബട്ട് വെൻ ഷീ വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഹിം. പക്ഷെ അമ്മ എന്താ ചെയ്തത്? അവൻ്റെ ഓപ്പോസിറ്റായിട്ട് എടുത്തെത്തുന്ന ആ ടൈമിൽ എ ബ്രീസ്റ്റ് ഓഫ് ദി ലിഡ്ജ്. അതായത് എടുത്തെത്തുന്ന ടൈമിൽ എന്ന് പറഞ്ഞാൽ ആ പാറക്കെട്ടിൻ്റെ എബ്രീസ് എന്ന് വെച്ചാൽ മുന്നിൽ നിൽക്കുന്ന ആ ടൈമിൽ ഷീ ഹാൾട്ടഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് നിർത്തി. അവൾ അവിടെ നിന്നു എന്നാണ് പറഞ്ഞത്. ഹെർ ലെഗ്സ് ഹാങ്ങിങ് ലിംപ്. ഹാങ്ങിങ് ലിംപ് എന്ന് വെച്ചാൽ ഹാങ്ങിങ് ലൂസ്ലി, ഒരു എന്താ പറയുക, ഇപ്പോൾ ബലമില്ലാത്ത രീതിയിൽ ഇങ്ങനെ അവളുടെ കാല് വെച്ചിക്കുകയാണ്. അതായത് കൂടുതൽ മുന്നിലോട്ട് വരുന്നില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഹെർ വിങ്സ് മോഷൻലെസ്. അവളുടെ ചിറകുകളൊന്നും അനങ്ങുന്നില്ല. ദ പീസ് ഓഫ് ഫിഷ് ഇൻ ഹെർ ബീക്ക് ആൾമോസ്റ്റ് വിത്തിൻ റീച്ച് ഓഫ് ഹിസ് ബീക്ക്. അവളുടെ ചുണ്ടിൻ്റെ അടുത്തുള്ള ആ പീസ് ഓഫ് ഫിഷ് ഇവൻ്റെ ചുണ്ടിൻ്റെ അടുത്തോട്ട് എത്തുന്ന ആ ഒരു പോയിന്റിൽ ഇങ്ങനെ സ്റ്റെക്കായ പോലെ നിൽക്കുകയാണ് കേട്ടോ അമ്മ. അതായത് അവന് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് വരട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് അമ്മ നിൽക്കുന്നത്. ഹി വെയിറ്റഡ് എ മൂമെൻറ്റ് ഇൻ സർപ്രൈസ്, wondering why she did not come nearer, and then maddened by hunger he dived at the fish. അപ്പോൾ അവനൊരു നിമിഷം ഇങ്ങനെ സർപ്രൈസായി നിന്നുപോയി. wondering why she did not come nearer. എന്തുകൊണ്ട് അവർ എൻ്റെ അടുത്തേക്ക് വന്നില്ല, അമ്മ എൻ്റെ അടുത്തേക്ക് വന്നില്ല എന്ന് അവൻ ചിന്തിക്കാൻ തുടങ്ങി. and then maddened by hunger. അവൻ്റെ വിശപ്പ് കാരണം he dived at the fish. അവൻ ആ ഫിഷിനോട്ട് ചാടി വീഴാൻ തുടങ്ങി, അതിൻ്റെ മേലോട്ട് ചാടാൻ തുടങ്ങി. വിത്ത് എ ലൗഡ് സ്ക്രീം ഹി ഫെൽ ഔട്ട്വേർഡ് ആൻഡ് ഡൗൺവേർഡ് ഇൻ ടു ദി സ്പേസ്. ഭയങ്കര ഒച്ചത്തിലുള്ള ശബ്ദത്തിൽ, അതായത് അവന് കരയാണ്. ഹി ഫെൽ ഔട്ട്വേർഡ് ആൻഡ് ഡൗൺവേർഡ് ഇൻ ടു ദി സ്പേസ്. അവൻ ആ ലെഡ്ജിൻ്റെ പുറത്തോട്ട് വീഴാണ് കേട്ടോ, അതായത് ആ കടലിൻ്റെ ആ ഭാഗത്തോട്ട് അവന് ഫെൽ ചെയ്യാണ്, വീഴാണ്. ഹിസ് മദർ ഹാഡ് സ്വീപ്ഡ് അപ്വേർഡ്. അപ്പോൾ അവനിത് പിടിക്കാൻ വരുമ്പോൾ അവൻ വീഴാൻ പോയല്ലോ. അപ്പോൾ ആ പിടിക്കാൻ വരുന്ന ടൈമിൽ ഈ അമ്മ എന്താ ചെയ്യുന്നത്? സ്വീപ്ഡ് എന്ന് വെച്ചാൽ ഈ പറന്നു പോകുന്നതിനാണ്, ലൈക്ക് കുതിച്ചു പോവുക, മേലോട്ട് കുതിച്ചു പോയി എന്ന് പറയുന്നത്. അതായത് അവനത് കിട്ടരുത്, അവന് പറക്കണം എന്നുള്ള രീതിയിൽ മേലോട്ട് ഇങ്ങനെ കുതിച്ചു പോയി, ആ പ്ലേസിൽ നിന്നൊന്ന് മാറി നിന്നു എന്ന് പറയുന്നത്. ആസ് ഹി പാസ്ഡ് ബിനീത്ത് ഹെർ. അവന് ഇങ്ങനെ വീഴാൻ പോയല്ലോ, താഴേക്ക് ഡൗൺവേർഡ് പോയല്ലോ. അപ്പോൾ ബിനീത് ഹെർ, അവിടെ താഴോട്ട് പോയപ്പോൾ ഹിയർ ദ സ്വിഷ് ഓഫ് ഹെർ വിങ്സ്. മദറിൻ്റെ വിങ്സിൻ്റെ അടി, സ്വിഷ് എന്ന് വെച്ചാൽ ആ അടിക്കുന്ന സൗണ്ട് അവന് കേൾക്കാൻ കഴിഞ്ഞു.
Then a monstrous terror seized him and his heart stood still. പിന്നീട് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഭയം അവൻ്റെ ഉള്ളിൽ വരികയാണ് കേട്ടോ. ആ ഒരു ഭയം വന്നപ്പോൾ അവൻ അവിടെ നിലച്ചു നിന്നു. ഹീ കുഡ് ഹിയർ നത്തിങ്, അവനൊന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബട്ട് ഇറ്റ് ഓൺലി ലാസ്റ്റഡ് എ മൂമെൻറ്റ്, പക്ഷേ ആ ഒരു സിറ്റുവേഷൻ ഒരു കുറച്ച് നിമിഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദ നെക്സ്റ്റ് മൂമെൻറ്റ് ഹീ ഫെൽറ്റ് ഹിസ് വിങ്സ് സ്പ്രെഡ് ഔട്ട് വേർഡ്സ്. പിറ്റേ നിമിഷം തന്നെ അവന് ഫീൽ ചെയ്തെന്താണ്, അവൻ്റെ വിങ്സ്, അവൻ്റെ ചിറകുകളൊക്കെ ഇങ്ങനെ ഔട്ട്വേർഡ്സ് ഇങ്ങനെ പറക്കുന്ന ആ ഒരു പൊസിഷനിൽ നിൽക്കുകയാണ്. The wings rushed against his breast feathers, then under his stomach and against his wings. അവൻ എന്തൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, കാറ്റിങ്ങനെ അവൻ്റെ തൂവലിൻ്റെ മേലൂടെ സ്പർശിക്കുന്നതും സ്റ്റൊമക്കിൻ്റെ വേറിൻ്റെ ഭാഗത്തും, അതുപോലെ തന്നെ ആൻഡ് എഗെയിൻസ്റ്റ് ഹിസ് വിങ്സ്, അവൻ്റെ വിങ്സിന് ചിറകിന് എതിരായി കാറ്റിങ്ങനെ തട്ടുന്നത് അവന് ഫീൽ ചെയ്യാണ്. ഹീ കുഡ് ഫീൽ ദി ടിപ്പ് ഓഫ് ഹിസ് വിങ്സ് കട്ടിങ് ത്രൂ ദി എയർ. അവന് പിന്നെ ഫീൽ ചെയ്യുന്ന എന്താ, ഈ വിങ്സ് ചിറകടിക്കുമ്പോൾ ഇങ്ങനെ എടുത്തെടുത്ത് അടിക്കൂലേ, കട്ട് ചെയ്ത് ആ ഒരു ഫീലിംഗ് ഒക്കെ അവന് കിട്ടണം. അവൻ്റെ ചിറകിൻ്റെ അറ്റത്ത് ആ ഒരു കട്ടിങ് ഒക്കെ അവന് തന്നെ സ്വയം ഫീൽ ചെയ്യാണ്. ഹീ വാസ് നോട്ട് ഫോളിങ് ഹെഡ് ലോങ് നൗ, അവന് വീഴാൻ പോകുന്നില്ലപ്പോൾ, അവന് ഭയങ്കര തലയെടുപ്പോടുകൂടി പറക്കുകയാണ്. ഹീ വാസ് സോറിങ് ഗ്രാജ്വലി, അവന് ക്രമേണ ഇങ്ങനെ ഉയർന്നു വരികയാണ്, അവൻ്റെ ആ ഒരു ഹൈറ്റ് ഇങ്ങനെ പൊങ്ങി വരികയാണ്. ഡൗൺവേർഡ്സ് ആൻഡ് അപ്വേർഡ്സ്, താഴോട്ടും മേലോട്ടും. ഹീ വാസ് നോ ലോങ്ങർ അഫ്രേഡ്, പിന്നീട് അവന് ഭയം തോന്നുന്നില്ല. ഹീ ജസ്റ്റ് ഫെൽറ്റ് എ ബിറ്റ് ഡിസി, അവനിങ്ങനെ ഡിസി എന്ന് വെച്ചാൽ തലകറങ്ങുക, ഓക്കെ, അവന് ചെറുതായിട്ട് ഇങ്ങനെ തലകറക്കം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ദെൻ ഹീ ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് വൺസ് ആൻഡ് സോഡ് അപ്വേർഡ്സ്, പിന്നീട് അവൻ്റെ വിങ്സ് നല്ലോണം ഫ്ലാപ്പ് ചെയ്തു, അടിക്കാൻ തുടങ്ങി. എന്നിട്ട് അവന് ഉയരങ്ങളിലോട്ട് പറക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. ഹീ അട്ടേർഡ് എ ജോയസ് സ്ക്രീം ആൻഡ് ഫ്ലാപ്ഡ് ദം എഗെയിൻ, അവന് ഭയങ്കര സന്തോഷത്തിൽ കരയാൻ തുടങ്ങുകയാണ്. ആൻഡ് ഫ്ലാപ്ഡ് ദം എഗെയിൻ, അതിങ്ങനെ ചിറകിട്ട് അടിക്കുകയാണ് കേട്ടോ. ഹീ സോഡ് ഹയർ, അവന് ഉയരത്തിലോട്ട് ഇങ്ങനെ പറന്നു പോവാണ്. ഹീ റേസ്ഡ് ഹിസ് ബ്രെസ്റ്റ് ആൻഡ് ബാങ്ക്ഡ് എഗെയിൻസ്റ്റ് ദി വിൻഡ്, അവന് നന്നായിട്ട് റൈസ് ചെയ്തിട്ട് നല്ല ഇങ്ങനെ ഭയങ്കര പ്രൗഡായിട്ട് റേസ് ചെയ്തിട്ട് ബാങ്ക്ഡ് എഗെയിൻസ്റ്റ് ദി വിങ്സ്, വിങ്സിനെതിരായിട്ട് ഇങ്ങനെ അടിക്കുകയാണ് കേട്ടോ. ഗാ 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 ഗൗൽ ഓഹ, അവന് കരയുന്ന ആ സൗണ്ടാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഹിസ് മദർ സൂപ്ഡ് പാസ് ഹിം, അവൻ്റെ അമ്മ അവൻ്റെ സൂപ്ഡ് എന്ന് വെച്ചാൽ കുതിച്ചു, അവൻ്റെ കൂടെ ഇങ്ങനെ കുതിക്കുകയാണ്. ഹെർ വിങ്സ് മേക്കിംഗ് എ ലൗഡ് നോയ്സ്, അവളുടെ വിങ്സ് ഇങ്ങനെ അടിക്കുന്ന ആ സൗണ്ട് ഭയങ്കര നോയ്സിലാണ് അടിക്കുന്നത്, സന്തോഷം കൊണ്ടാണ്. ഹി ആൻസേർഡ് ഹെർ വിത്ത് അനദർ സ്ക്രീം, ഈ കാക്ക മദറിന് ഒരു മറുപടി എന്നുള്ള രീതിയിൽ നല്ല സ്ക്രീം, നല്ല സന്തോഷത്തിലുള്ള കരച്ചിൽ കേൾപ്പിക്കുകയാണ് കേട്ടോ. ദെൻ ഹിസ് ഫാദർ ഫ്ലൂ ഓവർ ഹിം സ്ക്രീമിങ്, പിന്നീട് അവൻ്റെ അച്ഛന് അവൻ്റെ കൂടെ വന്നിട്ട് സ്ക്രീം ചെയ്യാണ്, പറന്നു വന്നിട്ട് സ്ക്രീം ചെയ്യാണ്, സന്തോഷം കൊണ്ടാണ്. Then he saw his two brothers and sister flying around him, സോറിങ് ആൻഡ് ഡൈവിങ്, പിന്നീട് അവൻ എന്താ കാണുന്നത്, അവൻ്റെ 2 ബ്രദറും അതുപോലെ തന്നെ ഒരു സിസ്റ്ററും അവൻ്റെ ചുറ്റും പറക്കുന്നതാണ്. സോറിങ് ആൻഡ് ഡൈവിങ്, സോറിങ് എന്ന് പറഞ്ഞാൽ കുതിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഡൈവിങ് ഇങ്ങനെ പൊങ്ങി താഴ്ന്ന് പോകുന്ന ആ ഒരു രീതിയാണ് പറയുന്നത് കേട്ടോ. ദെൻ ഹീ കംപ്ലീറ്റ്ലി ഫോർഗോട്ട് ദാറ്റ് ഹീ ഹാഡ് നോട്ട് ഓൾവേസ് ബീൻ ഏബിൾ ടു ഫ്ലൈ, പിന്നീട് അവന് മൊത്തത്തിൽ മറന്നുപോയി, അവന് ഫ്ലൈ ചെയ്യാൻ അറിയില്ല, അവന് പറക്കാൻ അറിയില്ല എന്നുള്ളത് മൊത്തത്തിൽ അവൻ മറന്നുപോയി. ആൻഡ് കമ്മൻസ് ടു ഡൈവ് ആൻഡ് സോർ, അവന് മേലോട്ടും താഴോട്ടും ഒക്കെ പോകുന്നതിനാണ് കേട്ടോ പറയുന്നത്. ഷ്രിങ്കിങ് ഷ്രില്ലി, ഭയങ്കര നിലവിളിക്കുന്ന ഒരു സന്തോഷം കൊണ്ട് നിലവിളിക്കുന്ന ആ ഒരു സൗണ്ടാണ് പറയുന്നത്, ഷ്രിങ്കിങ് ഷ്രില്ലി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഹീ വാസ് നിയർ ദി സീ നൗ, അവന് ഈ കടലിൻ്റെ അടുത്താണ് ഇപ്പോൾ. ഫ്ലൈയിങ് സ്ട്രേറ്റ് ഓവർ ഇറ്റ്, അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കും. ഫേസിങ് ഔട്ട് ഓവർ ദി ഓഷ്യൻ, ആ ഓഷ്യനെ മുഖാന്തരം നിന്നിട്ട് അവനിങ്ങനെ ഫ്ലൈ ചെയ്യാണ്. ഹീ സോ എ വാസ്റ്റ് ഗ്രീൻ സീ ബിനീത്ത് ഹിം, അവന് കാണാൻ പറ്റുന്ന എന്താണ്, ഒരു ഭയങ്കര വിശാലമായിട്ടുള്ളൊരു ഗ്രീൻ സീ, അവൻ്റെ താഴെ ഒരു വിശാലമായിട്ടുള്ളൊരു പച്ച നിറത്തിലുള്ള സീ ആണ് അവന് കാണാൻ പറ്റുന്നത്. വിത്ത് ലിറ്റിൽ റിഡ്ജസ് മൂവിങ് ഓവർ ഇറ്റ്, അവനെന്താ കാണാൻ പറ്റുന്നത്, റിഡ്ജസ് എന്ന് വെച്ചാൽ വരമ്പുകൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന, ഓക്കെ, അവന് പറക്കല്ല, അപ്പോൾ അതിങ്ങനെ കടന്നു പോകുന്നതാണ് അവന് കാണാൻ പറ്റുന്നത്. ഹി ടേൺഡ് ഹിസ് ബീക്ക് സൈഡ് വേസ് ആൻഡ് ക്രൗഡ് അമ്യൂസിഡ്ലി, അവൻ്റെ ബീക്ക്, അവൻ്റെ ചുണ്ട് ഒരു ഭാഗത്തോട്ട് ചെരിച്ച് പിടിച്ചിട്ട് അവന് ക്രൗഡ് ചെയ്യാണ്, സൗണ്ട് ഉണ്ടാക്കുകയാണ് ഭയങ്കര ആകാംക്ഷയോടെ. ക്രൗഡ് അമ്യൂസിഡ്ലി, അവന് ഭയങ്കര സന്തോഷത്തിൽ
ചെയ്യാണ്, സൗണ്ട് ഉണ്ടാക്കുകയാണ്. ഹിസ് പാരൻസ് ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഹാഡ് ലാൻഡഡ് ഓൺ ദിസ് ഗ്രീൻ ഫ്ലോർ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അവൻ്റെ പാരൻസും അതുപോലെ തന്നെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ആ ഗ്രീൻ ഫ്ലോറിൽ ലാൻഡ് ചെയ്തു, അതായത് ആ സീൻ്റെ ഇങ്ങനെ പരപ്പിൽ ഇങ്ങനെ ലാൻഡ് ചെയ്തു. ദേ വർ ബെക്കണിങ് ടു ഹിം കോളിംഗ് ഷ്രില്ലി. അപ്പോൾ അവനെ ഇങ്ങനെ വിളിക്കുകയാണ്, ആംഗ്യം കാണിച്ച് വിളിക്കുകയാണ്, അല്ലെങ്കിൽ മാടി വിളിക്കുകയാണ് വരാൻ പറഞ്ഞിട്ട്. ഹി ഡ്രോപ്ഡ് ഹിസ് ലെഗ് ടു സ്റ്റാൻഡ് ഓൺ ദി ഗ്രീൻ സീ. അവൻ്റെ ലെഗ് ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട് ആ സീയിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഹിസ് ലെഗ് സാങ്ക് ഇൻ ടു ഇറ്റ്. അവൻ്റെ ലെഗ് അതിൽ മുങ്ങിപ്പോവാണ്. ഹി സ്ക്രീംഡ് വിത്ത് ഫ്രൈറ്റ് ആൻഡ് അറ്റംപ്റ്റ് ടു റൈസ് അഗെയിൻ. അവന് പേടിച്ചിട്ട് സ്ക്രീം ചെയ്യാണ്, ഒച്ച നില വിളിക്കുകയാണ്. ആൻഡ് അറ്റംപ്റ്റ് ടു റൈസ് എഗെയിൻ. പിന്നീടും മേലോട്ട് ഉയരാൻ വേണ്ടിയിട്ട് അറ്റംപ്റ്റ് നടത്താണ്, ശ്രമിക്കുകയാണ്. ഫ്ലാപ്പിംഗ് ഹിസ് വിങ്സ്. അവൻ്റെ വിങ്സ് ഇങ്ങനെ അടിച്ചുകൊണ്ട്. ബട്ട് ഹി വാസ് ടയേർഡ് ആൻഡ് വീക്ക് വിത്ത് ഹങ്കർ ആൻഡ് ഹി കുഡ് നോട്ട് റൈസ്. പക്ഷെ അവന് ഭയങ്കര ക്ഷീണിതനാണ്, അതുപോലെ തന്നെ ഭയങ്കര വിശപ്പുള്ളത് കൊണ്ട് തന്നെ അവന് ഭയങ്കര വീക്കാണ് ഇപ്പോൾ. ആൻഡ് ഹീ കുഡ് നോട്ട് റേസ്. പക്ഷെ അവന് പൊങ്ങാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ അവന് പൊങ്ങാൻ പറ്റുന്നില്ല. എക്സ്ഹോസ്റ്റഡ് ബൈ ദ സ്ട്രേഞ്ച് എക്സസൈസ്. എക്സ്ഹോസ്റ്റഡ് എന്ന് വെച്ചാൽ ഭയങ്കര ക്ഷീണിതൻ, ടയേർഡാണ്. ഈ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള, അവന് ആദ്യമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണല്ലോ, അപ്പോൾ ആ സ്ട്രേഞ്ച് ആയിട്ടുള്ള എക്സസൈസിൽ അവന് ഭയങ്കര ക്ഷീണിതനാണ്. ഹിസ് ഫീറ്റ് സാങ്ക് ഇൻ ടു ദി ഗ്രീൻ സീ. അവൻ്റെ ഫീറ്റ് മുങ്ങിപ്പോയി, ആ ഗ്രീൻ സീൽ മുങ്ങിപ്പോയി. ആൻഡ് ദെൻ ഹിസ് ബെല്ലി ടച്ച്ഡ് ഇറ്റ് ആൻഡ് ഹീ സാങ്ക് നോ ഫർദർ. പക്ഷേ അവൻ്റെ ബെല്ലി പിന്നീട് ആ സീലോട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്, പിന്നീട് അവന് മുങ്ങിയിട്ടില്ല. അതായത് അതിനുശേഷം അങ്ങനെ ആ ഒരു പ്രതലത്തിൽ ഇങ്ങനെ നിന്നു എന്നാണ് പറയുന്നത്. അതായത് ഇത്ര പെട്ടെന്ന് തന്നെ അവന് പാറാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. ഹി വാസ് ഫ്ലോട്ടിങ് ഓൺ ഇറ്റ്. അവൻ അതിലും പൊങ്ങി ഇങ്ങനെ കിടക്കുകയാണ്. ആൻഡ് അറൗണ്ട് ഹിം. അവൻ്റെ ചുറ്റും ഹിസ് ഫാമിലി വാസ് സ്ക്രീമിങ് പ്രേസിങ് ഹിം ആൻഡ് ദെയർ ബീക്സ് വർ ഓഫറിങ് ഹിം സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷ്. അവൻ്റെ ഫാമിലി അവൻ ഒച്ചടുകയാണ്, പ്രേസിങ്, അവനിങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് നിലവിളിക്കുകയാണ്. ആൻഡ് ദെയർ ബീക്സ് ഓഫറിങ് ഹിം സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷ്. ഡോഗ് ഫിഷ് എന്ന് വെച്ചാൽ ചെറിയ സ്രാവിനാണ് ഡോഗ് ഫിഷ് എന്ന് പറയാം. അപ്പോൾ അവരുടെ ബീക്സ് അവന് ഈ ഡോഗ് ഫിഷ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹീ ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അങ്ങനെ അവൻ്റെ ആദ്യത്തെ പറക്കൽ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ സ്റ്റോറി. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ക്ലാസ് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കോമെൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.